CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായി UDFിലെ വിജീഷ് കുട്ടനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 7 വോട്ടുകൾ LDFിനും UDFിനും ലഭിച്ചു. ഇതോടെ നറുക്കെടുപ്പിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. പൊടിശല്യം രൂക്ഷം. തൃശൂർ കുന്നംകുളം റോഡിലെ യാത്ര ദുഷ്കരം. വ്യാപാരികളും ദുരിതത്തിൽ. ഗർത്തങ്ങളിൽ നിക്ഷേപിച്ച ക്വാറി വേസ്റ്റാണ് പൊടിശല്യം രൂക്ഷമാകാൻ കാരണം. ഒരുമനയൂർ പഞ്ചായത്ത് 9-ാം വാർഡ് മുനയ്ക്കക്കടവ് പ്രദേശത്ത് വേലിയേറ്റത്തിൽ വെള്ളം കയറുന്ന പ്രദേശത്തെ വീടുകൾ MLA NK അക്ബർ സന്ദർശിച്ചു. വേലിയേറ്റ സമയത്ത് സ്ഥിരമായി 10-ലധികം വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമാണ്. കാലപ്പഴക്കത്താൽ അതീവ ഗുരുതരാവസ്ഥയിൽ നിലകൊള്ളുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടടക്കം സംസ്ഥാനത്തെ എല്ലാ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യണമെന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് റസൽ ജോയ് അഭിപ്രായപ്പെട്ടു. അഗതിയൂർ കലശമല ആര്യലോകാശ്രമ സന്ദർശനത്തിന് ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടാമ്പി പാലത്തിലൂടെയുള്ള വാഹനയാത്ര ഒറ്റവരിയിലൂടെയായതോടെ ടൗൺ ഗതാഗത കുരുക്കിൽ അമർന്നു. രാവിലെയും വൈകുന്നേരവും വലിയ തിരക്കാണ് ടൗണിൽ അനുഭവപ്പെടുന്നത്. ചാവക്കാട് ഒരുമനയൂരിൽ കുറുനരിയുടെ വിളയാട്ടം. 3 പേരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഇടവക സ്ഥാപനത്തിന്റെയും സ്വർഗാരോപണത്തിന്റെയും തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ശതാബ്ദി തിരുനാളിനും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് തുടക്കം കുറിച്ചാണ് കൊടിയേറ്റം നടന്നത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം തിരിച്ചെത്തിയ 10ഓളം ആംബുലൻസ് ഡ്രൈവർമാർക്ക് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് സ്വീകരണം നൽകി. കടവല്ലൂർ പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരം കുളമ്പുരോഗ നിയന്ത്രണ പദ്ധതി 5ാം ഘട്ടം, ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടം എന്നിവയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഒറ്റപ്പിലാവ് തണത്തറ തോടിന്റെ തകർന്ന ഭിത്തികൾ കർഷകർ അറ്റകുറ്റപ്പണി നടത്തുന്നു. ജില്ലാ അതിർത്തിയിൽ ചാലിശ്ശേരി, കടവല്ലൂർ എന്നീ പഞ്ചായത്തുകളിലായി കിടക്കുന്ന 50 ഏക്കറോളം നെൽകൃഷി തോടുഭിത്തി തകർന്നതുമൂലം വെള്ളക്കെട്ടിലായിരുന്നു. ശുചീകരണത്തിന്റെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജ് ലയൺസ് ക്ലബ്ബും NSS വോളണ്ടിയർമാരും ചേർന്ന് പ്രിൻസിപ്പൽ ഓഫ് പരിസരം വൃത്തിയാക്കി തൈകൾ നട്ടു. വയറെറിയുന്നവന്റെ മിഴി നനയാതിരിക്കാൻ അഷ്റഫിന്റെ വക വെജിറ്റബിൾ ബിരിയാണി. പാചകക്കാരനായ അഷ്റഫ് 250ഓളം പേർക്കുള്ള ബിരിയാണിയാണ് DYFIയുടെ പൊതിച്ചോർ പദ്ധതിയിലേക്ക് സൌജന്യമായി നൽകുന്നത്. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം സെക്രട്ടറി AC ഹനീഫയുടെ ഓർമ്മദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. തിരുവത്ര സ്വദേശി അബുദാബിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. തിരുവത്ര ബേബി റോഡ് ആലിപ്പരി ക്ഷേത്രത്തിന് തെക്കുഭാഗം അമ്പലത്ത് വീട്ടിൽ ജലാൽ മകൻ മുനീമാണ് മരിച്ചത്. മുണ്ടത്തിക്കോട് ദേവിവിലാസം LP സ്കൂളിലെ പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ നടക്കും. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പാചകപ്പുര നിർമ്മിച്ചത്. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി വിതരണം നടത്തി. അസോസിയേഷൻ പരിധിയിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും കുന്നത്തൂർ മാതൃമന്ദിരത്തിലെ അന്തേവാസികൾക്കും കഞ്ഞി എത്തിച്ചു നൽകി. പ്രകൃതിക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ വയനാട്ടിലെ ദുരിത മേഖലയിലേക്ക് സഹായപ്രവാഹങ്ങൾ തുടരുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും വ്യക്തികളും സംഘടനകളും ഹൃദയപൂർവ്വം സഹായങ്ങൾ എത്തിക്കുമ്പോൾ സഹജീവി സ്നേഹത്തിലും കരുതലിലും നന്മയുള്ള കേരളം ലോകത്തിന് മാതൃകയാകുന്നു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലെന്നിറയും ആനയൂട്ടും ശനിയാഴ്ച നടക്കും. അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ സപ്തശുദ്ധി വെള്ളിയാഴ്ച നടക്കും. 12 വർഷമായി മുടങ്ങിക്കിടന്ന സഹസ്രകലശത്തിന്റെ പ്രായശ്ചിത്തമായാണ് ചടങ്ങ്. എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ വിദ്യാർത്ഥി കൌൺസിൽ തിരഞ്ഞെടുപ്പ് സമാപിച്ചു. ആദ്യമായാണ് സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെ വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുന്നത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.